HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പഠനത്തിൽ മറക്കരുതാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് അസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 30 ഡേയുടെ ഇൻറ്റൻസീവ് ബാച്ച് അല്ലേ. സോ ആ ഇൻറ്റൻസീവ് ബാച്ചിൻ്റെ ടൈം ടേബിളും അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം 30 ദിവസത്തെ ഇൻറ്റൻസീവ് ബാച്ചാണ് അല്ലേ. 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് എക്സാമിന് 30 ദിവസത്തെ ഇൻറ്റൻസീവ് ബാച്ച് അല്ലേ, 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവും അല്ലേ. സോ നമുക്ക് അതിനുള്ളൊരു ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്ന ടൈം ടേബിള്. ഈ ടൈം ടേബിൾ പ്രകാരം കൃത്യമായിട്ടുള്ള PYQസും അതേപോലെ ഫോക്കസ് ഏരിയയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മുടെ സിലബസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റിൻ്റെ സിലബസ് എന്താണെന്നുള്ള കാര്യം. സോ ആ സിലബസിൽ അടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡേ ബൈ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡേ 1 മുതൽ ഇവിടെ 15 ഡേ വരെ അല്ലെങ്കിൽ 30 ഡേ വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ടതും, അതായത് ഒന്നാമത്തെ ഏരിയയിൽ, അതായത് ഒന്നാമത്തെ ഡേയിൽ നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ യൂണിറ്റ് ആയ മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ OB ആണ് അല്ലേ. OB ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ റിവിഷൻ അവിടെ ഉണ്ടാവും. അത്തരത്തിൽ പിന്നെ മൂന്നാം ദിവസമാണെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, സോ അതിൻ്റെ റിവിഷൻ. അത് കഴിഞ്ഞാൽ യൂണിറ്റ് 1ന്റെ റിവിഷൻ. ഈ യൂണിറ്റ് 1ൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയകളുണ്ട്. അതാണ് ഒന്നാമത്തത് ബേസിക് കോൺസെപ്റ്റ്സുകൾ, അതേപോലെ തന്നെ OB ഓർഗനൈസേഷൻ ബിഹേവിയർ, പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇത് മൂന്നുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നത് ഈ ഒരു ഏരിയ എന്നാണ്. മറിച്ച് എല്ലാ ഏരിയയും പഠിക്കണമാണ്, പക്ഷേ ഈ ഒരു ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് 1ന്റെ റിവിഷനും കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും. ദെൻ നമ്മൾ യൂണിറ്റ് 2ലേക്ക് കടക്കും, ബിസിനസ് എൻവയോൺമെന്റ്. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് നമുക്കറിയാം, അതിൽ തന്നെ ഒരുപാട് ഫോക്കസ് ഏരിയസ് ഉണ്ട്. അതായത് നിരന്തരമായ സെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. സോ അത്തരത്തിലുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് 2ലുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് മാക്രോ, മൈക്രോ എൻവയോൺമെന്റ്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ട്രേഡ് എൻവയോൺമെന്റ് എന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് WTO, വേൾഡ് ബാങ്ക്, IMF ഉള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈവിൽ ഇവിടെ എടുത്തു തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. സോ അതിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടാതെ അടുത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതേപോലെ എക്സിം പോളിസി, ദെൻ ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ പോളിസി. ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്നൊരു യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിനനുബന്ധമായിട്ട് തന്നെ MIS അതിൽ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് നോക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ഏരിയ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ബെറ്റർ ആയിട്ടുള്ള ഒരു PYQs അല്ലെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അടുത്ത പ്രധാനമായിട്ടും വരുന്നതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് അടുത്ത മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 2 മൊഡ്യൂൾ അല്ലെങ്കിൽ കഴിഞ്ഞ 2 യൂണിറ്റുകളായിട്ട് ചില ഏരിയനെ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലേ. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. കമ്പനിയുടെ ഷെയർസ് വരുന്നുണ്ട്, അതുപോലെ ഡിബഞ്ചേഴ്സിനെ പറ്റി വരുന്നുണ്ട്. കൂടാതെ നമ്മൾ സാധാരണഗതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ, കൂടാതെ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന രീതിയിൽ ഒരു കൊമേഴ്സ് പഠിക്കുന്ന അല്ലെ അക്കൗണ്ടൻസി പഠിക്കുന്നവന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ അവിടെ വരുന്നുണ്ട്. സോ അത് ആ ഒരു മൊഡ്യൂള് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം. എന്നാൽ മാത്രം നമുക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് മൊത്തമായിട്ടും പഠിക്കണം എന്ന് പറയുന്നത്, കാരണം അതിലെ ഒരു പോയിന്റ് പോലും വിടാതെ മൊത്തമായിട്ട് പഠിക്കണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ യൂണിറ്റായ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്താണ് യൂണിറ്റ് 4, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് അല്ലേ. റിസർച്ച് മെത്തഡോളജി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലാണെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളുണ്ട് അല്ലേ. അതിൽ പ്രധാനമായും നമുക്ക് നോക്കുന്നത് ബിസിനസ് റിസർച്ച് ആൻഡ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മൊഡ്യൂൾ 1 ആയിട്ടുള്ളത്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ചും നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
കൂടാതെ നമുക്കറിയാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ള ഏരിയ, അതായത് സാമ്പിൾ കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് കടക്കുകയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള 5ാമത്തേലേക്ക്. ഓക്കെ, ഇതും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് പറയാം. കാരണം ഇതും വലിയൊരു ടോപ്പിക്കാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടോപ്പിക്കാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഉള്ളത്. മൊത്തമായിട്ട് പഠിക്കണം. എന്നാലും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതേപോലെ അതിൻ്റെ ഗോൾസ്, പിന്നെ ട്രഡീഷണലും മോഡേൺ ഗോൾസ് വെച്ചുള്ള അതിൻ്റെ ഡിഫറൻസ്, കൂടാതെ ഡിവിഡൻഡ് ഡിസിഷൻസ്, അതേപോലെ ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ഇങ്ങനത്തെ കുറേ ഏരിയകൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ആ ഒരു മൊഡ്യൂളിലും ഇതേപോലെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരുപാട് വർഷം വന്ന സെറ്റ് എക്സാമിന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു പ്ലാൻ ആണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ലാസ്റ്റ് ഏരിയ, അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഇവിടെയും നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് ഏരിയകൾ അല്ലേ, ചെറിയ ചെറിയ കുഞ്ഞു ഏരിയാസ് ഒരുപാടുണ്ട്. ക്യാഷ് ഫ്ലോ ആയിട്ടും റേഷ്യോ ആയിട്ടും മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് അല്ലേ. സോ ഇതൊക്കെ ഇത്തരത്തിലുള്ള ടേമുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കൂടാതെ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 മൊഡ്യൂളിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങൾ പറയാൻ പറ്റും. ഇതൊക്കെ കൂടുതൽ ഫോക്കസ്ഡ് ആണ് അല്ലേ. കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് ഏരിയകൾ, അതായത് ഒരുപാട് വർഷത്തെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത്തരത്തിൽ PYQs നോക്കിക്കൊണ്ട് ഫോക്കസ് ഏരിയ കൂടുതലായിട്ട് നോക്കിക്കൊണ്ട് അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ ആർക്കും പഠിക്കാൻ പറ്റും അല്ലേ. സാധാരണഗതിയിൽ ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്ര സമയത്തിനുള്ളിലും ഇത്രത്തോളം ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നത് അത് പരിശീലനം കൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ടൈം മാനേജ്മെൻറ്റ് അല്ലേ, ഇത്ര സമയത്തിനുള്ളിൽ അത് പഠിച്ച് തീർക്കുക എന്നത് മാത്രമല്ല, ഇത്ര സമയത്തിനുള്ളിൽ അത് ആൻസർ ചെയ്യുക എന്നതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ അതിനും നിങ്ങൾ കണക്കാക്കണം. അതിനാണ് നിങ്ങൾക്കറിയാം സൈറ്റിൽ പോയാൽ ഒരുപാട് വർഷത്തെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ആൻസർ അവൈലബിൾ ആണ് അല്ലേ. സോ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒരു സമയം വെച്ചിട്ട് ഇത്രത്തോളം ടൈം വെച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്ത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ വരുത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് സെറ്റിൻ്റെ മൊത്തമായിട്ട് ഏരിയ കവർ ചെയ്തു. ദെൻ അവസാന ദിവസം, അതായത് ഡേ 30-ൽ ഇതൊക്കെ വെച്ചുകൊണ്ട് കറക്റ്റ് ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ മോഡൽ എക്സാം കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ സെറ്റുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിരുന്നു നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനോ മറ്റുമായിട്ട് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമുക്ക് ഒരുമിച്ച് സെറ്റ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. ദെൻ താങ്ക് യു.